കർണാടകയിലെ സ്പീക്കർ അടിപൊളിയാണ്, നല്ല കിടുക്കാച്ചി ട്രോളനുമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ സ്പീക്കർമാരൊക്കെ KR രമേശിൽ നിന്നും പഠിക്കേണ്ട ഒരുപാട് പാഠമുണ്ട്. സഭയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്പീക്കർ നല്ല തമാശയുമായി രംഗപ്രവേശനം ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അതായത് ആവർത്തന വിരസതയോട് കൂടി തന്നെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ചില MLA മാർക്കിടയിലേക്ക് സ്പീക്കറിന്റെ നല്ല അടിപൊളി കമന്റ് എത്തുന്നു. ആ കമന്റ് ഇങ്ങനെയാണ്: എനിക്ക് ബോറടിക്കുന്നു, ആരും ഇവിടെ ലൈബ്രറിയിലൊന്നും പോകാറില്ലേ? ഉദ്ദേശിച്ചത് എന്തെങ്കിലും പുതിയതായി കിട്ടാനുള്ള വകുപ്പുണ്ടോ എന്നുള്ളതാണ്. ഉടൻ തന്നെ സഭ പൊട്ടിച്ചിരിക്കുന്നു, എല്ലാവരും സ്പീക്കറിന്റെ തമാശയിൽ ലയിക്കുന്നു. അത് കഴിഞ്ഞ് DK ശിവകുമാർ ഇടക്ക് നല്ല കാര്യത്തിൽ പ്രസംഗിക്കുന്ന സമയം, ദേഷ്യത്തോടു കൂടി രോഷകുലനായി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയം, വിമത MLA മാർ പിന്നിൽ നിന്നും കുത്തി എന്ന് പറയുമ്പോൾ അപ്പോഴും വരുന്നു നമ്മുടെ സ്പീക്കറിന്റെ അടിപൊളി കമന്റ്. ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് എന്ന നാടകത്തിലെ വാചകമായിട്ടുള്ള ചാബല്യമേ നിന്റെ പേരോ സ്ത്രീ എന്ന കാര്യത്തിന് ഒരു കോപ്പിയടി കൊടുത്തുകൊണ്ട് സ്പീക്കറിന്റെ കമന്റും കടന്നു വന്നു. കാപട്യമേ നിന്റെ പേരോ രാഷ്ട്രീയം എന്നുള്ളത്. ഉടൻ തന്നെ സഭ പൊട്ടിച്ചിരിക്കാൻ വേണ്ടി തുടങ്ങി. അതിനിടയിൽ DK ശിവകുമാർ തന്റെ പ്രസംഗം തുടർന്ന് ഒടുവിൽ DK ശിവകുമാർ പറഞ്ഞു, താനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നുള്ള കുടുംബത്തിൽ നിന്നും കടന്നു വരുന്ന ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ മധ്യവർഗത്തിന്റെ നിലവാരം ഉയർത്തിയതിന് DK ശിവകുമാറിന് 1000 നന്ദി അർപ്പിച്ചുകൊണ്ടാണ് സ്പീക്കർ അവിടെ അടുത്ത കമന്റുമായി രംഗപ്രവേശനം ചെയ്യുന്നത്. അതായത് കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ പട്ടികയിലുള്ള DK ശിവകുമാർ മിഡിൽ ക്ലാസ് ആണെന്ന് സ്വയം സമ്മതിക്കുമ്പോൾ അത് മിഡിൽ ക്ലാസ്സിനുള്ള വലിയൊരു പ്രൊമോഷനാണ് എന്നാണ് അവിടെയുള്ള സ്പീക്കർ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും KR രമേശ് ഒരു തരംഗമായി മാറിയിരിക്കുകയാണ്. കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള മിടുക്കനായ ഒരു സ്പീക്കർ തന്നെയാണ് കർണാടകയിലെ KR രമേശ്. സംശയം വേണ്ട. ചില ഇടപെടലുകൾ ജനാധിപത്യ രീതിയിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള വഴിയിലേക്ക് സംഭവങ്ങളെ എത്തിച്ചുകൊണ്ട് ജനാധിപത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ താൻ തയ്യാറല്ല എന്ന് എടുത്ത വായിക്ക് പറഞ്ഞ സ്പീക്കർ തന്നെയാണ് കർണാടക നിയമസഭയിലെ മിടുക്കൻ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്പീക്കർ, നിയമസഭയിലെ സ്പീക്കർമാർ ഇയാളെ കണ്ട് പഠിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.